നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. രൂക്ഷമായ തെരുവ് പട്ടിശല്യം ചർച്ച ചെയ്യാൻ നാളെ സ്പെഷ്യൽ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ. കൌൺസിൽ നടപടികൾ അവസാനിച്ചതിനു ശേഷം കൌൺസിൽ ഹാളിൽ തന്നെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ഇന്ന് നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ഇന്ന് നടത്തിയതെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ ആരോപിച്ചു. വരും ദിവസങ്ങളിലും അക്രമകാരികളായ നായയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കും. 2 ദിവസങ്ങളിലായി 6ഓളം നായകളെ പിടികൂടിയിട്ടുണ്ട്. കോർപ്പറേഷൻ സംവിധാനത്തെ ബഹുമാനിക്കാൻ സുകന്യ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കൌൺസിലർമാർ തയ്യാറാകുന്നില്ല. മൃഗസ്നേഹികൾ എന്ന പേരിൽ ചിലർ കേസുമായി മുന്നോട്ടു പോകുന്നത് അക്രമകാരികളായ നായകളെ പിടികൂടുന്നതിന് തടസ്സമാവുന്നുമുണ്ട്. കന്റോൺമെന്റ് ഏരിയയിൽ മാലിന്യം തള്ളുന്നത് പ്രദേശത്ത് തെരുവ് പട്ടികൾ കൂടാനിടയാക്കുന്നുണ്ടോ എന്നും മേയർ പറഞ്ഞു. പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ നായകളെ ഇത്രയധികം ക്രമാതീതമായി വർദ്ധിക്കുമായിരുന്നില്ല. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് തദ്ദേശ സ്ഥാപന അധികാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രൊജക്ട് വെച്ചതും ധനസമാഹരണം നടത്തിയത്? അവര് അതിനുത്തരം പറയണ്ടേ? ആ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കോടിക്കണക്കിന് രൂപ അത് എവിടെ പോയി? അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ എന്തിന് ഈ ഫണ്ട് സമാഹരണം നടത്തിയും ഈ ഫണ്ട് എന്തിനു ഉപയോഗിച്ചെന്നും പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ആ രീതിയിൽ പഞ്ചായത്ത് സംവിധാനം ശരിയല്ല. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ വളരെ വ്യക്തമായി ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി ഇടപെടാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് കാണുമ്പോൾ പക്ഷേ സമരദ്രാഹികളായ ആളുകൾ ഇലക്ഷൻ വരുമ്പോൾ സമരദ്രാഹവുമായി നടക്കുന്ന ആളുകൾ ഇലക്ഷന്റെ മുഖത്ത് എന്തെങ്കിലും ചെയ്യണം പറയണം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇത്തരം സമരപ്രാസങ്ങൾ നടത്തുന്നത് അവർ മനസ്സിലാക്കണം. മലർന്നു കിടന്ന് തുപ്പുകയാണ് ഇത്തരം ആളുകൾ കൗൺസിലർമാർ എന്ന് എനിക്ക് വളരെ വിഷമത്തോടെ പറയേണ്ടി വരുന്നു. ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര, മുൻ മേയർ ടി ഒ മോഹനൻ തുടങ്ങി ഭരണപക്ഷ കൌൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.